നമസ്കാരം. 10th പ്രിലിംസ് എക്സാമിന്റെ ഫസ്റ്റ് ഫേസിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം ജോഗ്രഫി ആയിരുന്നു. അത് ഡിഫിക്കൽട്ട് ആവാനുള്ള കാരണം എന്താണ്? ഇതിന്റെ സോഴ്സ് എവിടെയാണുള്ളത്? ഇനി ആ സോഴ്സ് അനുസരിച്ച് ബാക്കിയുള്ള പ്രിലിംസിനും ചോദ്യങ്ങൾ വരുമോ? അത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കണോ? ഇനി 10th പ്രിലിംസ് എക്സാം അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS എക്സാം ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് ഇത്രയും കട്ടിയുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ആ സോഴ്സ് അത്രയും ആധികാരികമായിട്ടുള്ളതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള എല്ലാ ഉത്തരവും ഈ വീഡിയോയിലുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളും എടുക്കാം. ഓരോ ചോദ്യത്തിന്റെയും സോഴ്സുകളും പരിശോധിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ത്യയിലെ വാതോർജ്ജ നിലയം. ഇവിടെ ആദ്യമേ എനിക്കൊരു അപ്പോളജി പറയാനുണ്ട്. വാതോർജ്ജം എന്നത് എന്താണെന്ന് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായിരുന്നില്ല. ഇത് വായിച്ച കുറെ ആൾക്കാർക്ക്, ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഇത് ഇത്രയേ ഉള്ളൂ. വാതോർജ്ജം എന്ന വാക്ക് നമ്മൾ അത്ര പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ SCRTയിലോ ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോ അങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല. വാതോർജ്ജം എന്ന് പറയുന്നത് വാദം എന്നാൽ കാറ്റ് എന്നുള്ള അർത്ഥത്തിൽ നിന്നും കാറ്റിൽ നിന്നുണ്ടാവുന്ന ഊർജ്ജം ഉണ്ടാക്കുന്ന ഊർജ്ജം എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ചുവടെ നൽകിയിരിക്കുന്നതിൽ കാറ്റിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ഏതാണെന്നാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ചോദ്യം എപ്പോഴും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചത് BScക്ക് പറ്റുന്ന പോലെ സംഭവിച്ചിട്ടുള്ളതാണെന്നാണ് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക. ഞാനും ചിന്തിച്ച അങ്ങനെയാണ്. എന്റെ ഭാഗത്ത് തെറ്റാണത്. അപ്പോൾ ലംബ എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു നിലയമുണ്ട്. ഇതാണ് കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്ന നിലയം എന്ന് പറയുന്നത്. ഇവിടെ ഓഖ്ലെ ആണെങ്കിൽ ഡൽഹി ഭാഗത്ത് കുറച്ച് അവശിഷ്ടങ്ങളിൽ നിന്നൊക്കെ ഊർജ്ജം ഉണ്ടാക്കുന്ന സെറ്റപ്പും, കാക്രപ്പാറൊക്കെ ആണവ നിലയമാണ്. മണിക്കരൺ എന്ന് പറയുന്ന ഭൗമ താപോർജ്ജത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വരുന്ന ചൂട് നീരുറവയിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ലംബയാണ് ഉത്തരം. ഇതിന്റെ സോഴ്സ് നോക്കൂ. പ്ലസ് ടു NCRTയിലെ ജോഗ്രഫിയുടെ സെക്കൻഡ് ബുക്ക് ഉണ്ട്. അതിനകത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ബുക്കാണ്. അതിനകത്ത് 7ാമത്തെ ചാപ്റ്ററിൽ ധാതുക്കളും ഊർജ്ജ വിഭവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ വാതോർജ്ജം എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിനകത്ത് കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കുന്നത് എവിടെയാണ്? അതിൽ ഗുജറാത്തിലെ കച്ച് മേഖലയിൽ ലംബയിൽ സ്ഥിതി ചെയ്യുന്ന വാതോർജ്ജ നിലയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണെന്ന് നൽകിയിട്ടുണ്ട്. ഈ ഫാക്ട് നിങ്ങൾ ആലോചിക്കണം. 2006 ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ NCRT നിലവിൽ ഈ ബുക്കിൽ ഈ ഡാറ്റ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇല്ല. NCRTയുടെ നിലവിലുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. ഓരോ വർഷവും അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ബുക്കാണ്. അതിനകത്ത് ഇത് കാണുകയില്ല. നമ്മൾ SCRT ട്രാൻസ്ലേഷനിലേക്ക്, അതായത് +1ന്റെയും +2ന്റെ SCRTക്ക് വേണ്ടി ഈ NCRT ബുക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഇതിന്റെ ബേസ് എഡിഷൻ ആയ 2006 ഡാറ്റയാണ് കൂടുതലുള്ളത്. അതിൽ SCRT വീണ്ടും റീപ്രിന്റ് ചെയ്തത് വെച്ച് പരിഗണിക്കുകയാണെങ്കിൽ, കുറച്ച് മാറ്റങ്ങൾ വെച്ച് വരുത്തിയത് പരിഗണിക്കുകയാണെങ്കിൽ 2019 വരെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇതിന് ശേഷമുള്ള ഡാറ്റ ഒന്നും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഏഷ്യയിലെ ഏറ്റവും വലിയ നിലയമോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന നിലയമോ ലംബയല്ല നിലവിൽ. സോ നിലവിൽ ലംബയ്ക്ക് വലിയ പ്രസക്തിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കാറ്റാടി നിലയമല്ല. നിലവിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വലിയ നിലയോ ഇതൊന്നും അല്ല. പക്ഷേ ലംബ ചോദിച്ചിരിക്കുന്നു. അത് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന നിലയോ എന്ന രീതിയിൽ പഠിക്കണം. പിന്നെ ഇവിടെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിലയം ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്, പഴയ ഡാറ്റ. അപ്പോൾ സോഴ്സ് ഒന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഹിമാലയത്തിലെ ലവണജല തടാകം ഏതാണെന്നാണ്. ഇതിപ്പോ വൂളാറും ദാലും SCRTയിലും എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ്. അപ്പൊ ശുദ്ധജല തടാകമാണെന്ന് നമുക്കൊരു ധാരണ കിട്ടും. ലോണാർ ലേക്കും പിന്നെ കുറച്ചെങ്കിലും പരിചയം ഉണ്ടാവും. ഇത് പക്ഷേ ഇതിന്റെ പൊസിഷൻ അറിയാമെങ്കിലേ പറ്റൂ. ഇത് ലവണജല തടാകമാണ്. ഉൽക്ക പതിച്ച് ഒരു തടാകം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടായി. ആ ഭാഗത്ത് ജലം കെട്ടിനിന്ന് അവിടെ കൂടുതൽ ബാഷ്പീകരണം സംഭവിച്ച് അങ്ങനെ ഇതൊരു ലവണജല തടാകമായി മാറിയതാണ്. മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥിതി ചെയ്യുക. അപ്പൊ ഹിമാലയത്തിന്റെ ഭാഗമാണോ? അല്ല. ഇനി രാഖാസ് തടാകം എന്നാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് രക്ഷാസ്ഥൽ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രാക്ഷസ്ഥൽ എന്നൊക്കെ അറിയപ്പെടുന്ന രാവണനൊക്കെ ആയിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ പുരാണങ്ങളിൽ ബന്ധമുള്ള ഒരു തടാകമൊക്കെയാണിത്. അപ്പൊ ഇവിടുത്തെ ജലം എന്ന് പറയുന്നത് ലവണജല തടാകമാണ്. ഇവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് പഠിച്ചാണ്. സത്ലജ് നദിയുടെ ഉത്ഭവ പ്രദേശമായി നമ്മൾ പറയുന്നത് ഇവിടെയാണ്. ഇത് ടിബറ്റിന്റെ ഭാഗത്താണ്. ടിബറ്റിന്റെ ഭാഗമായിട്ടുള്ള ഹിമാലയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. സോ രാഖാസ് തടാകമാണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് എടുക്കാൻ പറ്റുന്നത് ഇതാണ്.
ഇനി ഇതിന്റെ പരിസരത്തുള്ള മറ്റൊരു തടാകമാണ് മാനസരോവർ തടാകം എന്ന് പറയുന്നത്. മാനസരോവർ തടാകം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നാണ് സുഹൃത്തുക്കളെ സിന്ധു നദിയും ബ്രഹ്മപുത്ര നദിയും ഉത്ഭവിച്ചു പോരുന്നത്. പക്ഷേ ഇതൊരു ശുദ്ധജല തടാകമാണ്, ഒരു പുണ്യ തടാകങ്ങളുടെ കാറ്റഗറിയിൽ നമ്മൾ പെടുത്തുന്നതാണ് മാനസരോവർ എന്ന് പറയുന്നത്. സോ രാകാശ് അത് കുടിക്കാൻ പറ്റാത്ത വെള്ളമുള്ള ഒരു ലവണജല തടാകമാണ്. അവിടെ കാര്യമായിട്ട് ജലജീവികളൊന്നുമില്ല. അപ്പോൾ രാകാശ് തടാകത്തിന്റെ കാര്യം ലവണജല തടാകമായിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ NCERT പറയുന്നത് +1 ജോഗ്രഫിയിലെ ചാപ്റ്റർ 2 ഏതൊക്കെയാണ് നമ്മുടെ ഹിമാലയത്തിലെ കശ്മീർ മേഖലയിൽ ഒരു പടിഞ്ഞാറൻ ഹിമാലയ ഭാഗത്തെ പ്രധാനപ്പെട്ട ശുദ്ധജല തടാകങ്ങൾ ദാലും വൂളാറും ശുദ്ധജല തടാകങ്ങളാണെന്നും പാങ്ങോങ് സോയും സോ മെരിരിയും ലവണജല തടാകമാണെന്നും പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് രാകാശ് തടാകത്തിൽ നിന്ന് സത്ലജ് ഉത്ഭവിക്കുന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഒന്ന് സ്കാമ്പിൾ ചെയ്ത് പല ഭാഗത്ത് നിന്ന് എടുത്തേക്കുന്നതാണ്. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് കുറച്ചറിവുണ്ടെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് ലോണാർ എവിടെയാണെന്ന് അറിയാവുന്നവർക്ക് ഇത് ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ശുദ്ധജല തടാകമാണെന്ന് പൊതുവേ നമുക്കൊരു ഐഡിയ ഉള്ളതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? വക്രവലയം എന്ന് പറഞ്ഞാൽ മിയാണ്ടറിങ്ങിനെയാണ് ഉദ്ദേശിക്കുക. മിയാണ്ടറിങ് എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മിയാണ്ടറിങ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞുള്ള നദിയുടെ ഒഴുക്കാണ്. ഒരു നദി സമതലത്തിലേക്ക് നല്ല ഉയരമുള്ള ഭാഗത്ത് നിന്ന് സമതല പ്രദേശത്തേക്ക് എത്തുമ്പോഴായിരിക്കും ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന ആ സ്വഭാവ പ്രകൃതി കൈവരിക്കുക. ഇതിന് കാരണമായിട്ട് ഇവിടെ ശരിക്കും പറയാവുന്നത്, ഇതിന്റെ റീസൺ ആയിട്ട് പറയാൻ പറ്റുന്നത്, ശരിക്കും ഈ നദി വന്ന് ചേരുന്നത് ഏത് തടാകത്തിലേക്കാന്ന് ചോദിച്ചാൽ വൂളാർ തടാകത്തിലേക്കാണ്. ചലം നദി എത്തുന്നത്, ജലം നദി ഫീഡ് ചെയ്യുന്ന നിലവിലെ തടാകം ഏതാന്ന് ചോദിച്ചാൽ വൂളാറിലേക്കാണ്. ചലം നദി ഒഴുകുന്ന പ്രധാനപ്പെട്ട പട്ടണം ഏതാന്ന് ചോദിച്ചാൽ ശ്രീനഗർ ആണ്. ശ്രീനഗർ അതിനുശേഷം വൂളാർ തടാകത്തിലേക്ക് ആ ഭാഗത്തേക്ക് ഒഴുകി എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രദേശം പണ്ടൊരു വലിയ തടാകം ഉണ്ടായിരുന്നതാണ്. പണ്ട് ഈ ഭാഗം നേരത്തെ ഉണ്ടായിരുന്ന വലിയൊരു തടാകത്തിന്റെ ഡിപ്രഷൻ ആയിരുന്നു. ആ തടാകത്തിന്റെ ചില അവശിഷ്ടങ്ങൾ എന്ന വണ്ണം ഇപ്പോൾ നിലനിൽക്കുന്നത് 2 തടാകങ്ങളാണ്. ആ വലിയ തടാകത്തിന്റെ തടം അല്ലെങ്കിൽ താഴത്തെ പരന്ന പ്രദേശം ഉണ്ട്. ആ പരന്ന പ്രദേശത്ത് ഇപ്പോൾ പഴയ തടാകത്തിന്റെ അവശിഷ്ടം എന്ന രീതിയിൽ 2 തടാകങ്ങളാണുള്ളത്. ഒന്ന് വൂളാറാണ്, മറ്റൊന്ന് ദാലാണ്. അപ്പോൾ ഈ 2 തടാകങ്ങളാണ് നിലവിലുള്ള അവിടുത്തെ അവശിഷ്ടം. അവരുണ്ടാക്കുന്ന ആ സമതല പ്രദേശത്ത് കൂടി ഈ നദി ഒഴുകുന്നത് കൊണ്ടാണ് ഇത് വളയുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരമായിട്ട് പക്ഷേ NCERT ബോക്സിൽ കിടക്കുന്നത് ശരിക്കും ദാലാണ്. നിങ്ങളുടെ ആൻസർ കീയിലും അത് വരാനേ ചാൻസ് ഉള്ളൂ. പക്ഷെ ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ ദാലും വൂളാറും ശരിയാണ്. ഇത് രണ്ടും ശരിയാണ്. ദാലും ശരിയാണ്, വൂളാറും ശരിയാണ്. ഇനി ആ ഭാഗം കാണിച്ചു തരാം. +1 NCERT 2ാമത്തെ ചാപ്റ്റർ അത് ഭൂപ്രകൃതിയാണ്. ഭൂപ്രകൃതിയിൽ നോക്കൂ, ശ്രദ്ധേയമായ വസ്തുത എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. ദാൽ തടാകം പ്രാദേശിക അടിസ്ഥാന നിരപ്പായി പ്രവർത്തിക്കുന്നത് കാരണം കശ്മീർ താഴ്വരയിൽ ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുന്നു. ദാല് മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന, നോക്കൂ, വളരെ കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു വിശാല തടാകത്തിന്റെ ഭാഗമായ അതിന്റെ ഭാഗം തന്നെയാണ് അവിടെയുള്ള വൂളാർ തടാകം എന്നും പറയുന്നത്. അപ്പൊ അതും ഒരു റീസൺ തന്നെയാണ്. ആൻസർ കീ എങ്ങനെ വരുമെന്ന് നമ്മൾ കണ്ടറിയണം. ഇനി അടുത്തത്, സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്, ഇതും NCERT തന്നെയുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. +2 ജോഗ്രഫി. +2 ജോഗ്രഫിയിൽ 2 ബുക്കുണ്ട്. അതിൻ്റെ 2ാമത്തെ ബുക്ക് എടുക്കുക. 2ാമത്തെ ബുക്കിലെ 10ാമത്തെ ചാപ്റ്റർ ഗതാഗതവും വാർത്താവിനിമയം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ ഇന്ത്യയും ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാനുമായിട്ടുള്ള ചില സമാധാന ശ്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില പാതകൾ, ബസ് റൂട്ടുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ലാഹോർ ഭാഗത്തേക്കുള്ള ബസ് സർവീസിന്റെ കാര്യം പറയുന്നുണ്ട്. അതെ, അത് വാഗ അതിർത്തി വഴി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ നിലവിൽ അങ്ങനെയൊന്നും ഇല്ല. വാഗ അതിർത്തി വഴിയുള്ള സർവീസിന്റെ കാര്യം പറയുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ശ്രീനഗറിനും മുസാഫിറാബാദിനും ഇടയിലുള്ള അമൻ സേതുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ അമൻ സേതു എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരും നമ്മുടെ കശ്മീർ ഭാഗവും തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രിഡ്ജാണ്. അതാണ് അമൻ സേതു എന്ന് ഇവിടെ നൽകിയേക്കുന്ന ഈ ഭാഗത്ത് നിന്ന് വന്നേക്കുന്ന ചോദ്യമാണത്. ഓക്കെ, ഇനി ഇപ്പോ കാര്യമായിട്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരങ്ങളൊന്നും നടക്കുന്നില്ല. എന്നാലും ഇതാണ് വന്ന സോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത, ഈ ചോദ്യം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ എന്ന് പറയാൻ പറ്റുന്നത്, ഇവിടെ അമൻ സേതു ആണ് ആൻസർ. ഞാൻ മാർക്ക് ചെയ്ത് പോവാൻ വരാൻ ചാൻസ് ഉള്ളത്. ഇവിടെ ദാൽ തടാകമായിരിക്കും അവർ തരിക. ഇനി അടുത്തത് നോക്കൂ, ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത, ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽ പാത പീർപ്പാഞ്ചലാണ്. പക്ഷെ ചോദ്യകർത്താവ് ആൻസർ കീയിൽ തരാൻ ചാൻസ് ഉള്ളത് കൊങ്കൺ പാതയാണ്. അതിന് കാരണമായിട്ടുള്ളത് ഏത് ഭാഗമാണെന്ന് പറയാം. +2 ജോഗ്രഫി 2ാമത്തെ ബുക്ക് ചാപ്റ്റർ 10 ഗതാഗതവും വാർത്താവിനിമയവും. ഇതിൻ്റെ അകത്ത് കൊങ്കൺ റെയിൽവേ കുറിച്ച് നമ്മൾ നല്ലപോലെ പഠിച്ചാണ്. അതിൻ്റെ അകത്ത് ഈ ഭാഗം ഞാൻ
മനഃപൂർവ്വം ഒഴിവാക്കിയത് കൂടിയാണ്. എന്തുകൊണ്ടാണ് ഈ ഭാഗം ഒന്നും അവിടെ നമ്മൾ പറയാത്തത്, അല്ലെ ഇൻക്ലൂഡ് ചെയ്യാത്തത്, SCRT-യിലും വരാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊങ്കൺ തുരങ്കത്തില് 6.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കം ഇവിടെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള തുരങ്ക റെയിൽപാത ഇവിടെയാണുള്ളതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് വന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ ഇന്ന് 2026 അവസ്ഥ എന്ന് പറയുന്നത് ഇതല്ല. ഇപ്പോൾ പീർപ്പാഞ്ചൽ വന്നു. പീർപ്പാഞ്ചൽ പാതയെക്കാളും നീളത്തിൽ നിലവിൽ ഉദ്ഘാടനം ചെയ്തത് വെച്ച് T50 ടണൽ T50 എന്നറിയപ്പെടുന്ന കശ്മീർ ഭാഗത്ത് നമ്മൾ നിർമ്മിച്ച തുരങ്കമാണ് 12.7 കിലോമീറ്റർ നീളമുള്ള ആള്. മറ്റേതിനേക്കാളും ഇരട്ടിയൊക്കെ ഇവിടെ വരികയാണ്. അപ്പോൾ ടണൽ T50 എന്നറിയപ്പെടുന്ന 12.77 കിലോമീറ്റർ നീളമുള്ള തുരങ്കപാതയാണ് നിലവിലെ ഏറ്റവും നീളമുള്ള പാത. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ പോലും ചോദ്യകർത്താവ് ഇവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പഴയ ബുക്ക് അതുപോലെ എടുക്കുന്നു, അതിന്റെ അന്ന് ചോദ്യം ഉണ്ടാവും. അടുത്ത ചോദ്യം, പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത് 5 പ്രയാഗുകൾ എന്നാണ് അർത്ഥം. നമ്മൾ ഈ പ്രയാഗുകളെ പഠിച്ചിട്ടുള്ളതാണ്. കർണപ്രയാഗ്, വിഷ്ണുപ്രയാഗ്, രുദ്രപ്രയാഗ്, ഇതെല്ലാം ഗംഗയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഇത് കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഭാഗത്താണ്. നമുക്കറിയാം, NCERT ഒന്നും പഠിച്ചില്ലെങ്കിലും ഇത് ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റുമായിരുന്നു. നോക്കൂ, ഇവിടെ ഉത്തരാഖണ്ഡ് ഹിമാലയവുമായി ബന്ധപ്പെട്ട വലിയ കുറേ സെന്റൻസുകൾ അല്ലെങ്കിൽ കുറേ പോയിന്റുകളൊക്കെ ഉള്ള ഒരു പാരഗ്രാഫ് ഉണ്ട്. അതിനകത്ത് ഈ പ്രദേശം പ്രസിദ്ധമായ പഞ്ചപ്രയാഗുകളുടെ അഥവാ നദികളുടെ സംഗമ സ്ഥാനത്തിന് പ്രശസ്തമാണ് അല്ലെങ്കിൽ അറിയപ്പെടുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുന്നാണ് ആ ചോദ്യകർത്താവ് എടുത്തിട്ടുള്ളത്. ഈ ചോദ്യം ഇവിടുന്നാണ് ചോദ്യകർത്താവ് എടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടി. ഓക്കെ, ഇത് +1 ജോഗ്രഫി ഭൂപ്രകൃതി ചാപ്റ്റർ 2ാമത്തെ ചാപ്റ്ററിൽ നിന്ന് വന്നാണ്. വീണ്ടും ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ഏത് തരം ശിലകളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്ത് ഉള്ള ചോദ്യമാണ്. SCRT നോക്കി നമ്മൾ കാണൂല. NCERT-യിൽ വ്യക്തമായിട്ട് ഇതാ വീണ്ടും കിടക്കുന്നു. +2 NCERT ജോഗ്രഫി 2ാമത്തെ ബുക്ക് ചാപ്റ്റർ 7 ധാതുക്കളും ഊർജ വിഭവങ്ങൾ എന്നും പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിനകത്ത് ആണവോർജ വിഭവങ്ങൾ എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ദർവാർ ശിലകളിലാണ് യുറേനിയം നിക്ഷേപങ്ങൾ കാണപ്പെടുന്നത്. പഴയ ഒരു ശിലാ ഫോർമേഷൻ ആണ് ദർവാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ ദർവാർ ശിലകളെ കാണാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ജാർഖണ്ഡ് ഭാഗത്ത്, ആന്ധ്ര ഭാഗത്ത് ഇങ്ങനെയുള്ള കുറച്ച് ദാർവാർ ശിലകളിൽ നല്ലപോലെ യുറേനിയം നിക്ഷേപം കാണപ്പെടാറുണ്ട്. ഈ ഡാറ്റ ഇവിടെ നൽകിയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ കേരളത്തിലെ മോണസൈറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് SCRT-യിലുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. ദാർവാർ ഫോർമേഷനെ കുറിച്ചും അതിനകത്ത് മിനറൽ ഡെപ്പോസിറ്റുകളെ കുറിച്ചൊക്കെ UPSCക്ക് ചോദിച്ച് ധാരാളമായി കണ്ടിട്ടുണ്ട്. നമുക്കിത് ഇവിടെയും NCERT-ന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. അപ്പൊ ദാർവാർ ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ദാർവാർ ശിലകൾ മാർക്ക് ചെയ്യുന്നു. ദാർവാർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ദാർവാർ ശിലയാണ്. പഞ്ചപ്രയാഗ് എവിടെയാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുക. അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരിക്കുന്ന പാത ഏതാണ്, അല്ലെങ്കിൽ ബന്ധിപ്പിച്ചിരുന്ന പാത ഏതാണ്? ഷാഹി പാത, ഷാഹി സടക്ക് എന്ന് നമ്മൾ വിളിക്കുന്ന, ലോങ് വാക്ക് എന്നറിയപ്പെടുന്ന, ഉത്തർപഥ് എന്നറിയപ്പെടുന്ന, ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന പാതയാണിത്. നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇത് NCERT-യിൽ നോക്കൂ. നിങ്ങൾക്കറിയാമോ, ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെ തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഷേർഷാ സൂര്യൻ നിർമ്മിച്ച ഷാഹി രാജകീയമായ പാത, റോയൽ റോഡ്, രാജകീയമായ പാത അല്ലെ രാജാവിന്റെ പാത എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇത് ബ്രിട്ടീഷ് കാലത്ത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അമൃത്സർ മുതൽ കൊൽക്കത്ത വരെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ബന്ധം. മറ്റേ ചിറ്റഗോങ് തൊട്ട് പെഷവാർ വരെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ തന്നെ നോക്കിയേ, NH1ഉം NH2 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മാറി. NH1ഉം NH2 ഒക്കെ മാറി. ശ്രീനഗറിലെ ആ ഭാഗത്തൊക്കെയാണ് NH1 ഇപ്പോൾ. ഇതൊക്കെ മാറി. ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇതിനൊന്നും ഒരു മാറ്റവും നമ്മുടെ ഈ മലയാളം NCERT കൺവേർട്ട് ചെയ്തേക്കുന്ന SCRT +1 +2ലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അവിടെ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഥവാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഏത് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണപ്പാടം എന്ന് ചോദിച്ചാൽ അത് ദിഗ്ബോയ് ആണ്. ആ ദിഗ്ബോയിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കാനായിട്ട് ആദ്യത്തെ റിഫൈനറി വന്നിട്ടുള്ളതും ദിഗ്ബോയിൽ തന്നെയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് കറക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ സോഴ്സ് ഒന്ന് നോക്കാം. ചാപ്റ്റർ 7 നമ്മൾ കണ്ട ചാപ്റ്റർ തന്നെ, +2 NCERT ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും. അതിൽ എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ദിഗ്ബോയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി അടുത്ത എക്സാമിന് ഇവിടുന്ന് എങ്ങാനും ചോദിച്ചാൽ വരാൻ ചാൻസ് ഉള്ളത് കമ്പോള അടിസ്ഥാനത്തിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് ഉദാഹരണമാണ് ബറൗണി. ബറൗണി മാത്രമല്ല, ഇങ്ങനെ വന്ന ആദ്യത്തെ ആളാണ് ബറൗണി.
ബാക്കി ഈ ജാംനഗറോ അവിടെയുള്ള മധുരയോ ഇതൊക്കെ കമ്പോള അടിസ്ഥാനത്തിൽ വേറെ വന്ന എണ്ണ ശുദ്ധീകരണ ശാലകളാണ്. അപ്പൊ ഇവിടെയാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് NCERT ആദ്യമായിട്ട് 10th പ്രിലിംസിനോ അല്ലെങ്കിൽ LGSനോ ചോദ്യം വന്നത് ആണ്. ഈ ചരിത്രത്തിൽ ഇതുവരെ 10th പ്രിലിംസിന് NCERT ചോദ്യം വന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതിനു മുമ്പ് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം. വന്നോട്ടെ, പ്രശ്നമില്ല. 10th പ്രിലിംസിന് ചോദിച്ചോട്ടെ, പ്രശ്നമില്ല. LGSന്, കമ്പനി ബോർഡ് LGSന് വേണം ചോദ്യം വന്നോട്ടെ, പ്രശ്നമില്ല. പക്ഷെ ഇതിനു മുമ്പ് അങ്ങനെ ചോദിച്ച പ്രിലിംസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് എന്തുകൊണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടായില്ല, അത് എന്തുകൊണ്ട് അത്രയും പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നിവിടെ വ്യക്തമാക്കി തരാം. നമുക്ക് നോക്കാവേ. നോക്കൂ, 10th ലെവൽ കമ്പനി ബോർഡ് LGS ഈ എക്സാമിനൊക്കെ ഇത്രയും കടുപ്പിക്കണോ? ഇതിന് മുമ്പത്തെ ചരിത്രം വെച്ചാൽ നമ്മൾ നോക്കുന്നത്. നോക്കൂ, 2023 10th പ്രിലിംസിന് NCERT ചോദിച്ച സെറ്റ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ കാണിക്കുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാ? ഇതും ഔട്ട്ഡേറ്റഡ് ഡാറ്റ വെച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ അന്ന് ഉത്തരത്തിൽ അവർ മിനിക്കോയാണ് തന്നത്. തെറ്റാണ്, പിന്നീട് തിരുത്തുകയുണ്ടായി. ഏതാ ശരിക്കും വരിക? ആന്ത്രോത്ത് ദ്വീപാണ്. ആന്ത്രോത്ത് ആണ് ഏറ്റവും വലിയ ലക്ഷദ്വീപിലെ ദ്വീപായിട്ട് പറയാൻ പറ്റും. ഔട്ട്ഡേറ്റഡ് ഡാറ്റ, പഴയ ബുക്കിൽ നിന്ന് വന്ന. ഇനി അത് നമുക്ക് അറിയാവുന്നതാണല്ലോ, അല്ലാതെ തന്നെ നമുക്ക് ധാരണയുള്ള കാര്യമാണ്, അത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് നോർമലി തന്നെ. ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ദോഡാബേട്ടയാണ്. നോക്കൂ, ഇത് ഈ ഭാഗം NCERT ഉണ്ടെങ്കിലും ഇത് നേരെ എടുത്ത് SCERT ബുക്കിൽ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ ദോഡാബേട്ട എന്ന് പറഞ്ഞിട്ടില്ല, പകരം നീലഗിരിയിലാണ് ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമുക്ക് മീശപ്പുലിമല എന്ന് പറഞ്ഞ ആളുള്ള 2640 മീറ്ററുമായിട്ട് മീശപ്പുലിമല എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെ നമ്മൾ പറയുകയില്ല. ഇനി മീശപ്പുലിമല ഉത്തരത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ കറപ്പിക്കേണ്ടത് ദോഡാബേട്ടയാണ് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമുണ്ട്. കാര്യം ദോഡാബേട്ട 2637 മീറ്റർ ഉയരമുള്ള ആളാണ്. 3 മീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. അപ്പൊ എപ്പോഴും പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശരിക്കും മീശപ്പുലിമലയാണ്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വൃത്തിക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ദോഡാബേട്ട വന്നാൽ ദോഡാബേട്ട നിങ്ങൾ എഴുതണം. ശരിക്കും അത് നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്ന ചോദ്യം, മൊളാസിസ് ബേസിൻ. ഇത് ഇപ്പൊ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായി. അത് മുൻപേ ചോദിച്ചത്, അല്ലെങ്കിൽ മൊളാസിസ് ബേസിൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, മൊളാസിസ് തടം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മൾ ആ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന ചോദ്യവും ഇവിടെ ഉണ്ടായിരുന്നു. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന ചോദ്യം ഏതാ? അതും നമുക്ക് വന്ന ചോദ്യമാണ്, റിപ്പീറ്റഡ് ചോദ്യമാണ്. ഈ സെയിം ചോദ്യം റിപ്പീറ്റഡ് വന്നു. ഇത് NCERT വന്ന ചോദ്യമാണ്. മൊളാസിസ് ബേസിൻ അവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. മിസോറം മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്നു. അവസാദ ശിലകളൊക്കെ വെച്ച് കടുപ്പമില്ലാത്ത ശിലകളും വെച്ചുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് സോഴ്സും അത് തന്നെയാണ്. NCERT തന്നെ വന്ന ചോദ്യമാണ്. ഇത് +1 NCERT ഭൂപ്രകൃതി ഭാഗത്ത് വന്ന ചോദ്യമാണ്. അപ്പൊ ഇത് മിസോറം നമുക്ക് പരിചയമുണ്ട്. ഒരു ചോദ്യം അന്ന് നമുക്ക് പരിചയമില്ലായിരുന്നു. നമുക്ക് പരിചയമില്ലാത്ത കടുപ്പുള്ള ഒരു ചോദ്യം ഇവിടെ വന്നു. ഓക്കെ, ഇനി ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലെടുക്ക് ഏതാണ്? നമുക്ക് ഇതിന്റെ അത് ഈസി ആയിട്ട് പാക് കടലെടുക്ക്. മാന്നാറും പാക്കും വന്നാൽ പാക്കിനെ ചൂസ് ചെയ്യണം. പാക് കടലെടുക്ക് നമ്മൾ ഉത്തരവ് എഴുതുന്നു. ഇനി റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്? ജർമ്മനി. ഇത് SCERT ഉണ്ടെന്നേ നമുക്കറിയാവുന്ന, നോർമലി SCERT ഉണ്ട്, അറിയാം. ഇവിടെ കടലിടുക്കിന്റെ കാര്യം SCERT ഉണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടി ചേരുന്ന ഭാഗം NCERT ഉണ്ട്, അതുപോലെ SCERT ഉണ്ട്. നീലഗിരി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രശ്നമില്ല. ഇനി ദേശീയപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ചോദിച്ചു. നിലവിൽ 1 ബന്ധിപ്പിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇല്ല. അത് ശ്രീനഗർ ലഡാക്ക് ആ ഒരു ഹൈവേ ആണ് ശരിക്കും NH1. അപ്പൊ ഔട്ട്ഡേറ്റഡ് ഡാറ്റ എടുത്ത് ചോദിച്ചാണ് ഇവിടെയും പ്രശ്നം സംഭവിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല നമ്മൾ പഠിക്കാറുള്ളതാണ് ജാംനഗർ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ ബുദ്ധിമുട്ടേറിയ, ഇത് ഫുൾ NCERT എന്നുള്ള ചോദ്യമാണ്. അതെ അതെ അതെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു ചോദ്യം എടുക്കുന്നു. ഇവിടെ വേണമെങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഇത് അറിയില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുന്നു. വേണം ഈ ചോദ്യം 3 ചോദ്യങ്ങൾ എന്ന് വേണേൽ പറയാം. അപ്പൊ 10 ചോദ്യങ്ങൾ ചോദിച്ചതിൽ 3 ചോദ്യമാണ് കുറച്ച് ടഫറായിട്ട് വന്നത്. ബാക്കി 7 ചോദ്യവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന SCERT പരാമർശമുള്ള അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഒത്തിരി പ്രശ്നം ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാനേ പാടില്ലായിരുന്നു എന്ന് പറയാനോ പോകുന്നില്ല. ആയിക്കോട്ടെ, മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് 2-3 ചോദ്യം ടൈറ്റ് ഇവിടുന്ന് കയറി ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ. പക്ഷെ അങ്ങനെയാണോ? ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും ഒരു 7ഓളം ചോദ്യം നല്ലപോലെ തെരഞ്ഞെടുത്ത് ആ ബുക്കിനകത്ത് തന്നെ എടുത്ത് ചോദിച്ചേക്കുന്നതാണ്. അപ്പൊ +2, ഞാൻ ഇപ്പോഴും പറയാണ്, +2 ലെവൽ, ഒരു +2 ലെവൽ എക്സാം ആയിട്ടുള്ള യൂണിഫോം എക്സാമിന് +2 ലെവലിന് ചോദിച്ചോട്ടെ. CPOയോ ഫയർമാനോ ഇങ്ങനെയുള്ളതിന് ചോദിച്ചോട്ടെ, ജസ്റ്റിഫയബിളാ. കാരണം +2 യോഗ്യതയുള്ള ഒരു എക്സാം ആണ്. അപ്പൊ +2ന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, യാതൊരു പ്രശ്നവും ഇല്ല.
ആയിക്കോട്ടെ, ബുദ്ധിമുട്ടാണ്, നമുക്ക് കുറച്ച് പഠിക്കാൻ, എന്നാലും ഓക്കെ, ന്യായമാണെന്ന് പറയാം. അല്ലാതെ ഇങ്ങനെ 10th ലെവൽ പ്രിലിംസ് എക്സാമിനോ അല്ലെ കമ്പനി ബോർഡ് LGS പോസ്റ്റിന്റെ ഒരു പ്രിലിംസ് എക്സാമിനോ ഒക്കെ ഇങ്ങനെ ഇത്രയും ഡെപ്തിലേക്ക് പോയി ജോഗ്രഫി പഠിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. നോക്കൂ, ഇനിയുള്ള പ്രിലിംസ് എക്സാമിന് NCERT മുഴുവൻ നിങ്ങൾ നോക്കണമെന്നാണ്. ഞാൻ അതിനുള്ള ഉത്തരം പറഞ്ഞുതരാം. ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ സിലബസുമായി ബന്ധമുള്ള ഈ ചോദ്യമൊക്കെ വന്നിട്ടുള്ള NCERTയിലെ പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ, ചാപ്റ്ററുകൾ ഇവിടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കണം. +1 ബുക്ക് ഇന്ത്യ ഭൗതിക പരിസ്ഥിതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സമഗ്രം ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഇന്ത്യയുടെ സ്ഥാനം, ഭൂപ്രകൃതി, നീരൊഴുക്ക് വ്യൂഹം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യജാലം, മണ്ണ്, ഇതൊക്കെയാണ് നമ്മുടെ സിലബസുമായിട്ട് ബന്ധമുള്ള ചാപ്റ്ററുകൾ. ഇതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനത്ത് നിന്ന് ചോദ്യം വരാം. അതെല്ലാം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഭൂപ്രകൃതിയിൽ നിന്ന് ഇവിടെ ക്വസ്റ്റ്യൻ നല്ലപോലെ ചോദിച്ചിട്ടുണ്ട്, നല്ലപോലെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നീരൊഴുക്ക് വ്യൂഹത്തിനും ചോദ്യം വരും. ഇവിടെയാണ് നദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ചോദ്യം വന്നുകൂടാന്നില്ല, പക്ഷേ ഇവിടെ 3 ഭാഗത്തു നിന്ന് ചോദിക്കുന്ന അത്രയും ഇവിടുന്ന് വരാറില്ല. പക്ഷെ ഇവിടുന്നും ചോദ്യം വരാം. അപ്പൊ 6 ചാപ്റ്റർ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി 3 ചാപ്റ്റർ +2 ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഇന്ത്യ ജനങ്ങളും സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ ബുക്കിനകത്ത് നിന്ന് 3 ചാപ്റ്റർ. ധാതുക്കളും ഊർജ്ജ വിഭവങ്ങളും, ഇവിടെ ചോദ്യം നിങ്ങൾ കണ്ടതാണ്, യുറേനിയത്തിന്റെ ഒക്കെ ചോദ്യം. വ്യവസായങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ട്, വ്യവസായങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നു. ഗതാഗതവും വാർത്താവിനിമയം എന്നത് ഒന്നിലധികം ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഈ ഭാഗമെല്ലാം നമ്മൾ പഠിക്കണം. ഞാൻ പറയുകയാണ്, ഇവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി നിങ്ങളിത് പഠിക്കാൻ വിചാരിക്കുക, ഇനിയുള്ള എക്സാമിന് ഇത് വരൂ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫുള്ള് പഠിക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പിൾ ഒരു പേജ് കാണിച്ചു തരാം. NCERTയുടെ പേജ് എന്ന് പറയുന്നത് ഇത് നോക്കിയേ. വ്യവസായങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒരു ഭാഗമാണ്. ഒരു പേജ് ഇതുപോലെ ഇരിക്കും. ഇതിൽ 1, 2, 3, 4, 5ഓളം പാരഗ്രാഫുകൾ ഉണ്ട്. ഇതിന്റെ ഒരു പാരഗ്രാഫിൽ തന്നെ എത്ര പോയിന്റ് ആണുള്ളത്? നിങ്ങൾ ഇതെല്ലാം വായിച്ച് ഇനിയുള്ള സമയത്ത് എങ്ങനെ തീർക്കും? നമുക്ക് എളുപ്പമാണോ? അല്ല. പണ്ടൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, തമിഴ്നാട്ടിലെ പരുത്തി ഉൽപാദനത്തിന് ഗുണകരമായിട്ടുള്ള സംഗതി എന്താന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതിന്റെ ഉത്തരവൊക്കെ ഇവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് പരുത്തി ഉൽപാദനത്തിന് കാരണമായത് ഇവിടുത്തെ ജലവൈദ്യുതിയാന്നൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. 19ാം നൂറ്റാണ്ടിൽ 2ാം പകുതിയിൽ മുംബൈയിലും അഹമ്മദാബാദിലും ആദ്യം മില്ലുകളൊക്കെ സ്ഥാപിച്ചു എന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ദക്ഷിണേന്ത്യയിൽ ഇവിടെയൊക്കെ പരുത്തി ഉൽപാദനം സ്ഥാപിച്ചു. അതിൽ പരുത്തി മില്ലുകൾക്ക് ജലവൈദ്യുതിയുടെ വികസനം അനുകൂല സാഹചര്യമൊക്കെ ഒരുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ പെട്ടെന്ന് വളരാൻ കാരണമായി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് വായിച്ചു പഠിക്കണമെങ്കിൽ, ഓരോന്ന് നിങ്ങൾ വായിച്ചു പഠിക്കണമെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ ചെലവിടേണ്ടി വരും. ജോഗ്രഫിക്ക് മാത്രമായി നിങ്ങൾ കുറച്ച് സമയം ചെലവിടേണ്ടി വരും. ഇരുമ്പുരുക്കുശാലകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാ? ഓരോ ഇരുമ്പുരുക്കുശാലയും വന്ന വർഷം ഏതാണ്, ആരുടെ സഹായത്താലാണ്, എവിടെ സ്ഥിതി ചെയ്യുന്നു, അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാം ഓറിയന്റഡ് ആയി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ഓരോന്നും കറക്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, അതിന്റെ ചരിത്രം, ഇവിടുത്തെ ഏത് നദിയിൽ നിന്നുള്ള വെള്ളമാണ് പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുക, ഏത് തരത്തിലുള്ള ചൂളകളാണ് ഇവിടെ, ഏത് ടൈപ്പ് ഓഫ് ഇത് ഇന്റഗ്രേറ്റഡ് ആണോ അല്ലാത്തതാണോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. അപ്പൊ ഇത്രയും ഇനിയുള്ള സമയത്ത് നിങ്ങൾ വായിച്ചു നോക്കുന്നത് യുക്തിപരമായ കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഒരു 10 ദിവസം ഉണ്ട്, കുറച്ച് ദിവസമാണുള്ളത് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ അത്രയും സമയത്ത് ഇത് കുത്തിയിരുന്ന് വായിച്ച് ഓരോന്നും ജോഗ്രഫിക്ക് വേണ്ടി ഇത്രയും സമയം ചെലവിടണമെന്ന് ചോദിച്ചാൽ, ഈ ചാപ്റ്ററുകൾ ഇത്രയും വായിച്ച് തീർക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിനുവേണ്ടി അത്രയും സമയം ചെലവിടണ്ട എന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സെക്കൻഡ് ഫേസ് എക്സാം നടക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. ആ സെക്കൻഡ് ഫേസിന്റെ ഇന്ത്യൻ ജോഗ്രഫി നമ്മൾ സാധാരണ പഠിക്കുന്ന SCERTയും ബേസിക് ഫാക്റ്റുകളുമുള്ള ഒരു നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നോർമൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇനിയുള്ള എല്ലാ ഫേസിലും NCERT ഉണ്ടാവുമോ, NCERT തന്നെയാണോ വരുമെന്ന് ചോദിച്ചാൽ അല്ല. ഭൂരിഭാഗവും അല്ലെങ്കിൽ കൂടുതലും നോർമൽ പാറ്റേൺ തന്നെ വരാനാണ് ചാൻസ്. ചിലപ്പോൾ ഒരു ചോദ്യ പേപ്പർ മാറി അങ്ങനെ വന്നുകൂടാന്നില്ല. ഞാൻ പറഞ്ഞ വരികയേ ഇല്ലെന്നല്ല, ചാൻസ് കൂടുതലും ഇങ്ങനെയാണ്. ഇതിനു മുമ്പ് 2023 ചോദ്യ പേപ്പർ ഞാൻ കാണിച്ചു തന്നു. അതിലും ആ ഒരു സെറ്റിൽ മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ, ബാക്കിയുള്ള ഓക്കെ ആയിരുന്നു. അത് തന്നെ ഇവിടെ ആവർത്തിക്കോ ഇല്ലയോ എന്നല്ല ഞാൻ പറയുന്നത്. ഇനി ആവർത്തിച്ചാലും അതിനു വേണ്ടി നിങ്ങൾ സമയം ചെലവാക്കുമ്പോൾ ബാക്കി സബ്ജക്റ്റുകളുടെ റിവിഷനോ ബാക്കി സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാനുള്ള വഴികളോ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇതിന്റെ പുറകെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം ചെലവിടേണ്ടി വരും. നിങ്ങൾ ഫുൾ ഇത് പഠിച്ച് തീർക്കോ, ഇത്രയും വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഈ സാധനം ഫുള്ള് നിങ്ങൾ വായിച്ച് തീർക്കോ എന്നുള്ളതും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പിന്നെ ചെയ്യാൻ പറ്റുക, അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്.
ഇതിനകത്തെ ബോക്സ് കണ്ടന്റുകൾ ഉണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് ചില ബോക്സിൽ നിന്ന് ചോദ്യം വന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഞാൻ ചിലത് കാണിച്ചു തരാം. സോഴ്സുകൾ. ഇവിടെ ശ്രദ്ധേയമായ വസ്തുത എന്ന് പറഞ്ഞ ഈ ബോക്സിൽ നിന്ന് വക്രവലയങ്ങളുടെ കാര്യം ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊരു ഫിഗറിൽ നിന്ന് വന്ന കാര്യമാണ്. ഒരു ഫിഗറുമായി ബന്ധപ്പെട്ട അമൻ സേതു ഇവിടെ വന്നിട്ടുണ്ട്. കൊങ്കൺ റെയിൽപാത ഒരു ബോക്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. ഇങ്ങനെ ബോക്സിൽ നിന്ന് വന്ന വേറെ ചോദ്യം കാണിച്ചു തരാം. നിങ്ങൾക്കറിയാമോ, ഒരു ബോക്സിൽ നിന്ന് വന്ന ചോദ്യമാണ്. അപ്പൊ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഈ ചാപ്റ്ററുകളിലൊക്കെ കൊടുത്തിരിക്കുന്ന ബോക്സുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഞാനതൊരു സെഷൻ ആയിട്ട് ഇനി നിങ്ങൾക്കുള്ള കണക്റ്റഡ് ഫാക്റ്റുകൾ അല്ലെങ്കിൽ അടുത്ത നിങ്ങൾക്ക് റിവിഷൻ പോലൊരു ക്ലാസ് എന്തായാലും അടുത്ത ഫേസിന് മുമ്പ് നമ്മുടെ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് വരും. അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനു മുമ്പ് നിങ്ങൾ ആ ബോക്സുകളൊക്കെ ഒന്ന് വായിച്ചിരുന്നാൽ വളരെയധികം നന്നാവും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി ഇതല്ലാതെ ഇനിയുള്ള സമയത്ത് എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വീതം നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള സിംപ്ലിഫൈഡ് ഐഡിയാസിൽ ഈ ചാപ്റ്ററുകൾ ഓരോ PDF ആയിട്ട് തരാൻ നിങ്ങളൊന്ന് ശ്രമിക്കുക. ആ PDF-ലെ പ്രസക്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ റിവിഷൻ പോലെ, അതായത് ഇന്ന് നിങ്ങൾക്ക് PDF തന്നു കഴിഞ്ഞാൽ വൈകിട്ട് PDF തന്നാൽ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിൻ്റെ ഒരു എക്സാം ഉണ്ടാവും ചാനലിനകത്ത്, സിംപ്ലിഫൈഡ് ഐഡിയാസിനകത്ത്. ഇങ്ങനെ ഓരോ ചാപ്റ്ററും ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പാകത്തിന് ഒരു 10-15 ചോദ്യമൊക്കെ അടങ്ങുന്ന ഒരു എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് റിവിഷൻ പോലെ ഒന്ന് തരാം. ഇതല്ലാതെ ഒരു നോർമൽ നീളമുള്ള ഒരു ലോങ് ബാച്ച് ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ലോങ് ബാച്ച് നമ്മൾ LGS-നോ LDC-ക്കോ വേറൊരു ലോങ് ബാച്ച്, ഒരു 10 മാസം നീളമുള്ള ഒരു ബാച്ചാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് വിചാരിക്കുക. അതിൽ ഈ പറയുന്ന NCERT-യിലെ എല്ലാ ടോപ്പിക്കുകളും പഠിപ്പിച്ച് തീർക്കുക എന്ന് പറയുന്നതും അത്രയും സമയം എടുക്കുന്ന ഒരു ഫാക്റ്റാണ്. കാര്യം SCERT തന്നെ ആദ്യം നമ്മൾ കവർ ചെയ്യാനുണ്ട്. അത് തന്നെ എന്തോരമാണ് ഇപ്പോൾ 9ാം ക്ലാസ്സൊക്കെ ഉള്ളത്. അപ്പോൾ അത് പഠിപ്പിച്ച് തീർത്തിട്ട് ഇതുകൂടെ വരുമ്പോൾ അത്രയും കണ്ടന്റ് റിച്ച് ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുക. അപ്പോൾ ഏറ്റവും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ പഠിപ്പിച്ച് റെഡിയാക്കി വിടുന്നത്. അതിൻ്റെ കൂടെ അഡീഷണൽ വായനയ്ക്ക് ഇനി തൊട്ട് ഈ NCERT കൂടെ നിങ്ങളൊന്ന് ഉപയോഗിക്കണം എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഈ ഞാൻ കാണിച്ചിരുന്ന ചാപ്റ്ററുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ചെയ്തു നോക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ബുക്ക് 2019 അവസാനം റീപ്രിന്റ് ഒക്കെ ചെയ്യുന്നത്. 2006 ബേസിക് ഡാറ്റയൊക്കെയാണ് ഇതിനകത്ത് കൂടുതലായിട്ടും ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് കുറെ തെറ്റുകളുണ്ട്. ഒരു നല്ല തെറ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ളൊരു തെറ്റ് ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് പറയുമ്പോൾ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ഇതിൽ പശ്ചിമഘട്ടത്തിന്റെ നോക്കിയേ, ഈ നിരകളുടെ ശരാശരി ഉയരം അഥവാ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 150 മീറ്റർ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ മലയാളം വായിച്ച് നിങ്ങൾ ഇത് പഠിക്കുകയാണ്. 150 മീറ്റർ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം, 150 മീറ്റർ പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമല്ല. നോക്കിയേ, ഇതിന്റെ ഇംഗ്ലീഷ്, ഇതിന്റെ പക്ക എവിടെ നിന്നാണോ ട്രാൻസ്ലേഷൻ അടിച്ചേക്കുന്നത് ആ ഇംഗ്ലീഷ് NCERT എവിടെ തരുന്നത്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. Their average elevation is about 1500 മീറ്റർ, 1500 മീറ്റർ എന്നാണ് ശരിയായ കാര്യം. അതിനെ ഇങ്ങോട്ട് മാറ്റി ആശാൻ ഇട്ടപ്പോൾ 1500 ഒരു 0 അങ്ങ് പോയിട്ട് 150 മീറ്റർ ആയി. അപ്പൊ ഇതിലെ കാര്യങ്ങൾ ട്രാൻസ്ലേഷനിൽ പോലും പക്കയല്ല. പല മലയാളം വാക്കുകളും പക്കയല്ല, ചില ഡാറ്റകളും പക്കയല്ല. പക്ഷെ ഇവിടുന്നൊക്കെയാണ് നമുക്ക് ചോദ്യം എടുത്തിടുന്നത്. എത്രയും വേഗം ഈ +1 +2 ഒക്കെ ബുക്ക് പുതിയ NCERT അനുസരിച്ച് പരിഷ്കരിച്ച് ഇറക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പുതിയ NCERT നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റിയിട്ട് ചോദ്യം ഇട്ടോ, അത് പിന്നെയും കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. ഈ പഴയ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് PSCയോട് എനിക്കുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഓക്കെ, ഇനി ബാക്കി കേരള ജോഗ്രഫിയുടെ ഭാഗത്ത് വല്ല പ്രശ്നം ഉണ്ടായോ ഇല്ല. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ, അത് പെരിയാറാണ്, നമുക്കറിയാവുന്നതാണ്. സ്ഥിരം ചെയ്യുന്ന ചോദ്യങ്ങൾ. മുസരീസ് എവിടെയാണ്, കൊടുങ്ങല്ലൂർ, അല്ലാതെ തന്നെ നമുക്ക് അറിയുന്നതാണ്, ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങൾ പഠിക്കുന്നതാണ്. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം പാലക്കാട് പ്രത്യക്ഷത്തിൽ തോന്നും, പക്ഷെ കമ്പം ചുരത്തെ കുമളി ചുരം എന്ന് കൂടി പലപ്പോഴും വിളിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ചലഞ്ചിന് പോയാൽ കമ്പം ചുരം എന്ന് പറയുന്നതും ഉത്തരമായിട്ട് വരും. ഓക്കെ, ബാക്കി താമരശ്ശേരി ചുരം ശരിക്കും കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന കേരളത്തിനകത്തുള്ള ചുരമാണ്. പേരമ്പാടി എന്ന് പറയുന്നതോ കണ്ണൂരും നമ്മുടെ കർണാടകവും തമ്മിലുള്ള ബന്ധമാണ്, തമിഴ്നാടുമായിട്ട് ബന്ധമില്ല. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം തെന്മലയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളത്താണ്. മംഗളവനവും അവിടെയാണ്. നമ്മൾ വരച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ളതാണ്.
ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാ? പള്ളിവാസൽ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്നായിരിക്കാം. ഇതൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും ഒരിക്കലും തെറ്റിക്കരുത്. ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് ബാക്കിലോട്ട് പോകും. അപ്പോൾ ഈസി ആയിരുന്നു ഈ ഭാഗത്തുനിന്നുള്ള ചോദ്യം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന ആർക്കാണ് അറിയത്തില്ലാത്തത്? ഇതൊക്കെ ഈസി ആയിട്ട് എപ്പോഴും വരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ പറഞ്ഞു വന്നതിന്റെ രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ആകെ ബേജാറാവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്മളല്ലാതെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരിക്കുന്നതും SCERT ഒക്കെ പഠിച്ച് ഒതുക്കിയതിന് ശേഷം ബാക്കിയുള്ള സമയത്ത് NCERT അധിക വായനക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ആ NCERTയിൽ ഞാൻ പറഞ്ഞതുപോലെ ബോക്സ് കണ്ടന്റുകളിൽ ഫോക്കസ് ചെയ്താൽ 10 ചോദ്യം ടൈറ്റ് ഉള്ളത് വന്നാൽ അതിനകത്തൊരു 4-5 ചോദ്യം മിക്കവാറും അതിൻ്റെ അകത്ത് NCERT എന്ന് വന്നാൽ മിക്കവാറും ഒരു 3-4 ചോദ്യം തീർച്ചയായിട്ടും ആ ബോക്സിൽ നിന്ന് കിട്ടും. അതെങ്കിലും നമുക്ക് സമയം ലാഭിച്ച് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ എക്സാം ഉണ്ടാവും എന്ന് പറഞ്ഞു, എക്സാമും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ്. ഇനി എന്തുകൊണ്ട് നമ്മുടെ ഇത്രയും കാര്യങ്ങളെല്ലാം സാർ എന്തുകൊണ്ടാണ് നമ്മുടെ ബാച്ചിൽ ഇതുവരെ പഠിപ്പിക്കാത്തതെന്ന് ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നോക്കൂ, നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്കും അധികം തലവേദനയില്ലാതെ, നിങ്ങളെയും ഒത്തിരി കണ്ടന്റ് റിച്ച് ആയിട്ട്, നിങ്ങളെ ഒത്തിരി നിങ്ങളുടെ സമയം ചെലവാക്കാതെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം പോയിട്ടുള്ളത്. ബാക്കിയുള്ള എക്സാമിൽ ചോദ്യം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത്തെ ആ ലീഗ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ NCERTന്ന് ചോദ്യം വന്നാലെന്ന് വിചാരിച്ച് ആ ഭാഗങ്ങളെല്ലാം നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതിന് മാത്രം സമയം നമുക്ക് കിട്ടൂല. നിങ്ങൾക്കും ഓവർലോഡ് ഓഫ് കണ്ടന്റ് വരും. അപ്പൊ അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ജോഗ്രഫിയുടെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള എക്സാമുകൾക്ക് നമുക്ക് ഉഷാറായിട്ട് തയ്യാറെടുക്കാം. ഇനി രണ്ടാമത്തെ ഫേസുകാരെ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അടുത്ത എക്സാമിന് ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ നിങ്ങളൊന്ന് നല്ലപോലെ റിവൈസ് ചെയ്ത് മുൻപോട്ട് പോവുക. നല്ലതായിട്ട് തന്നെ വരും എക്സാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.